നെഗറ്റീവ് പബ്ലിസിറ്റി മൂലം ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായ വ്യക്തിയാണ് രേണു സുധി. കൊല്ലം സുധിയുടെ ഭാര്യ എന്ന ലേബലിൽ നിന്നും ഇന്ന് രേണു തന്റേതായ രീതിയിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടെ മലയാളികൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് രേണുവിന് സ്ഥാനാർബുദം ബാധിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അടക്കം ഈ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ദുബായിൽ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അവിടെ മെഡിക്കൽ ചെക്കപ്പ് നടത്തിയതിന് പിന്നാലെയാണ് തനിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടായെന്ന് രേണു മനസ്സിലാക്കുന്നത്. പക്ഷേ രേണു ഇതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിനെ വിമർശിച്ചുകൊണ്ടുമൊക്കെ ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിവരത്തെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഇപ്പോഴിതാ രേണു ഒരു അഭിമുഖത്തിനിടെ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഒരു രോഗവിവരത്തെക്കുറിച്ച് ആരോടും പ്രതികരിക്കേണ്ട എന്നാണ് താൻ ആദ്യം കരുതിയത്. എന്നാൽ സ്ഥാനാർബുദം ബാധിച്ചു എന്ന് വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഇത്രയുമധികം വൈറലായപ്പോഴും എന്നെ വേദനിപ്പിച്ചത് മറ്റൊരു കാര്യമാണ്. ഈ ഒരു രോഗം വന്നു എന്നറിയുമ്പോൾ നമ്മളെ അടുത്തറിയാവുന്നവർ പോലും വിളിച്ചന്വേഷിക്കും. എന്തിന് നമ്മൾ പോലും മറ്റൊരാൾക്ക് ഇങ്ങനെ ഒന്നുണ്ടായാൽ ഉടനെ തന്നെ ഫോണെങ്കിലും വിളിച്ചൊന്ന് അന്വേഷിക്കും. പക്ഷേ എൻ്റെ മകനായ കിച്ചു ഈ വിവരങ്ങൾ ഇത്രയുമധികം വൈറലായതിനു ശേഷവും തന്നെക്കുറിച്ച് ഒരു വാക്ക് സംസാരിക്കുകയോ എന്നോടൊന്ന് വിളിച്ചു ചോദിക്കുകയോ പോലും ചെയ്തില്ല. അവസാനമായി അവൻ വിളിച്ചത് ഋതപ്പനെയും കൊണ്ട് പുറത്തേക്ക് പോകട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ആ ഒരു കാര്യം തന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അസുഖം വന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഈ ഒരു കാര്യമാണ് എന്നാണ് രേണു പറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.